രാഹുലെ, ഒരു സിനിമാ കഥ പോലെ ത്രില്ലടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ 100 കോടി ക്ലബ്ബ് എന്ന് കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായി 100 കോടി ക്ലബ്ബിൽ കയറുന്നത് പുലിമുരുകനാണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് കൊച്ചുകുട്ടികൾ വരെ, കൊച്ചുകുട്ടികളിലെ ഈ തലമുറയിലെ പുതിയ പിള്ളേർ വരെ തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ 100 കോടി ക്ലബ്ബിൽ കയറുന്നത് നമ്മൾ കണ്ടു. അതായത് വാഴ 2. ഇപ്പോൾ 1 കോടി ക്ലബ്ബിലേക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF കടന്നിരിക്കുകയാണ്. 1,54,500 വോട്ടോട് കൂടിയാണ് UDF ഒരു അസൂയാവഹമായ വിജയം കൈവരിച്ചിരിക്കുന്നത്. ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ഒരു വാർത്ത തന്നെയാണ്. അത് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മുന്നണി 1 കോടി വോട്ട് ഷെയർ അല്ലെങ്കിൽ 1 കോടി വോട്ടുമായിട്ട് നേടുന്നത് ആദ്യമായിട്ടാണ്. അത് UDFൻ്റെ ചരിത്ര വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നൊരു യാഥാർത്ഥ്യമാണ്. 10 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിന് ശേഷം, അല്ലെങ്കിൽ 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം UDF അധികാരത്തിൽ വരുമ്പോൾ ചരിത്ര നേട്ടങ്ങളോടുകൂടിയാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. 102 സീറ്റുകൾ നേടിയിട്ടാണ് UDF അധികാരത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്നൊരു ചരിത്രമാണ്. അതേപോലെ തന്നെ 1 കോടി ക്ലബിൽ കയറിക്കൊണ്ടാണ് UDF അധികാരത്തിലേക്ക് വരുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2026 നിയമസഭയിലേക്ക് ആകെ ഉണ്ടായിരുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് 2,71,49,952 വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന വോട്ടുകൾ എന്ന് പറയുന്നത്. ഇതിൽ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് 2,15,97,055 വോട്ടുകളാണ് പോൾ ചെയ്തത്. ആ പോൾ ചെയ്ത 2,15,00,000 വോട്ടുകളിൽ 1,54,550 വോട്ടുകൾ നേടിയിട്ടാണ് UDF അധികാരത്തിലേക്ക് വന്നത്. അതായത് 46.56% വോട്ട് ഷെയറോട് കൂടിയാണ് UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതൊരു ചരിത്ര വിജയം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ചരിത്ര വിജയമാണ്. LDF എന്ന് പറയുന്നത് 81,25,585 വോട്ടുകളാണ് LDFനുള്ളത്. അതായത് 37.62% വോട്ട് ഷെയർ ആണുള്ളത്. NDAക്കുള്ളത് 31,49,357 വോട്ടാണ്. അതായത് 14.58% വോട്ട് ഷെയർ ആണുള്ളത്. ഏകദേശം 19,28,965 വോട്ടുകളുടെ വ്യത്യാസമാണ് LDFും UDFും തമ്മിലുള്ളത്. അപ്പോൾ സീറ്റുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ 102 സീറ്റ് UDFനും 35 LDFനും ഏകദേശം 67 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഈ സർവേകൾ എല്ലാം UDF പറഞ്ഞതായിരുന്നു സത്യമെന്ന് തിരുത്തേണ്ട ഒരവസ്ഥയിലാണ്. ഈ സർവേകളൊന്നും UDFന് ഇത്രയും 100+ സീറ്റുകളൊന്നും ഒരു സർവേയും പ്രവചിച്ചില്ല. അവസാനമുണ്ടായ ഏതോ ഒരു സർവേയിൽ മാത്രമാണ് 100+ സീറ്റുകൾ UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത്. ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് LDF തന്നെ അധികാരത്തിൽ വരും. LDFന് ഷുവർ ഷോട്ടായിട്ടുള്ള 58 സീറ്റുകളുണ്ട്. 58 സീറ്റുകൾ ഒരിക്കലും LDFൻ്റെ കൈവിട്ടു പോകില്ല എന്ന് പറഞ്ഞ സീറ്റുകൾ പലതും LDFൻ്റെ കൈവിട്ടു പോയി. CPMനെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിട്ടാണ് അവർ ഇതിനെ കണക്കാക്കുന്നത്. കാരണം അത്രത്തോളം വലിയൊരു തോൽവിയാണ്, വലിയൊരു അടിയാണ് ഉണ്ടായത്. 2001 വലിയൊരു അടിയാണ്. കാരണം ഇത്രയും വലിയ സംഘടനാ സംവിധാനമുള്ളൊരു പാർട്ടി, 10 വർഷം അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി, നമ്മൾ ത്രിപുരയിലെയും ബംഗാളിലെയും ഒക്കെ കഥകൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 5 കൊല്ലത്തിൽ കൂടുതൽ അധികാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി ആ സംസ്ഥാനത്ത് തന്നെ ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 15 കൊല്ലം ഉണ്ടായിരുന്ന ബംഗാളിൽ എങ്ങനെയാണ് പാർട്ടി ഇല്ലാതായി പോയതെന്ന് നമ്മൾ കണ്ടാണ്. 10 കൊല്ലത്തോളം ഭരിച്ച ത്രിപുരയിൽ വലിയ പാർട്ടി സംവിധാനം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളാണ്. ഇവിടെ എല്ലാം തുടർഭരണം പിന്നീട് എങ്ങനെയാണ് ഈ പാർട്ടിയെ ഇല്ലാതാക്കിയത് എന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇനി ഈ കഴിയുന്ന 5 കൊല്ലത്തിനുള്ളിൽ പാർട്ടി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം. അതിൻ്റെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് CPMൽ ഉണ്ടായിരുന്ന ഈ CPMനെ മാത്രമല്ല പല ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരെല്ലാം പറയും, നിങ്ങൾ UDFലെ നേതാക്കന്മാരല്ലേ എല്ലാവരും BJPയിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ ബൂത്തിൻ്റെയും എൻ്റെ പ്രദേശത്തെയും സംബന്ധിച്ചുള്ള ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം BJPയിലേക്ക് പോയിട്ടുള്ള ആളുകളെല്ലാം LDFനോടൊപ്പം നിന്നിരുന്ന ആളുകളായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. LDFന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്കുകളുണ്ട്. ഇപ്പം SNDPയുടെ ആണെങ്കിലും NSSൻ്റെ ആണെങ്കിലും ഇതേപോലുള്ള സാമുദായിക സംഘടനകളുടെ വോട്ടുകൾ
പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് LDFനാണ്. ആ വോട്ട് ബാങ്കുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളൊരു പഠനം പോലും നടത്താൻ LDF തയ്യാറാകുന്നില്ല. അത് LDFനെ സംബന്ധിച്ച് വലിയൊരു പരാജയമാണ്. ആ വോട്ട് ബാങ്കുകൾ LDFനോടൊപ്പം നിന്നതാണ്, അതിപ്പോൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന മുകൾ തട്ടിലിരിക്കുന്ന നേതാക്കന്മാർ, ഇപ്പോൾ UDFനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ കരുണാകരൻ്റെ മകൾ പോയി, അതേപോലെ തന്നെ AK ആൻ്റണിയുടെ മകൻ പോയി. ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ സംഭവങ്ങളാണ്. പക്ഷേ അടിത്തട്ടിലുള്ള ആളുകളൊന്നും BJPയിലേക്ക് പോകുന്നില്ല. അപ്പോൾ LDFനെ സംബന്ധിച്ച് LDFൻ്റെ മുകൾ തട്ടിലുള്ള പല ആളുകളും BJPയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ LDFനോട് മത്സരിച്ച ഒരാൾ BJPയിൽ പോയിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അടിത്തട്ടിലേക്ക് പോകുമ്പോഴാണ്, അടിത്തട്ടിലാണ് ഈ ഒഴുക്ക് നടക്കുന്നത്. അത് LDF അറിയാതെ പോകുന്നുണ്ട്. അത് LDF മുന്നണി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നാളെ ഈ പാർട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചെറിയ പ്രായം തൊട്ട് UDF ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത് LDFുമായിട്ടാണ്. LDF ആണെങ്കിൽ പോലും ചെറിയ പ്രായം തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത് UDFനോടൊപ്പമാണ്. അപ്പോൾ UDFനെ കണ്ടെടുത്താൽ LDFന് കണ്ടുകൂടാ. പിന്നെ അവർക്ക് പോകാനൊരു ബദൽ മാർഗം, അത് നിലനിൽപ്പാണ് ഏറ്റവും വലിയ വിഷയം. LDFനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ അത് വിഷയമാകുമ്പോൾ UDFനോടൊപ്പം പോകാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ പ്രായം, ഞാൻ പറയുന്ന അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകളോടാണ്. ചെറിയ പ്രായം തൊട്ട് അടിച്ചും പിടിച്ചും വളർന്നു വന്നത് ഇപ്പുറത്തുള്ള ആളുകളോടാണ്. അപ്പോൾ അവരോട് ഒറ്റ രാത്രി കൊണ്ട് പോയിട്ട് കെട്ടിപ്പിടിച്ച് അവരോടൊപ്പം നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് അവർക്ക് എളുപ്പം എന്താണ്? BJPയോടൊപ്പം പോകാനാണ്. കാരണം അടിയും വഴക്കൊന്നുമില്ല, 3, 4, 5 പേരേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സീറ്റ് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ചില ആളുകൾ പറഞ്ഞ ചില പ്രസ്താവനകൾ, ഇത് ഈ മുന്നണി സംവിധാനം, അതായത് സാമുദായിക സംഘടനകൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുമ്പോൾ, അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബേസിൽ വരുമ്പോഴേക്കും അവരെന്താണ് ചെയ്യുന്നത്? അധികാരമാണല്ലോ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ CPMലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും ഇനി കൊടുക്കാനുള്ള അധികാരങ്ങളൊന്നുമില്ല. എല്ലാ ഫീൽഡാണ്. ഏരിയ കമ്മിറ്റി ആണെങ്കിലും ബ്ലോക്ക് കമ്മിറ്റി ആണെങ്കിലും ഇനി കൊടുക്കാൻ വേറെ ആളുകൾ വെളിയിലിരിക്കുകയാണ്, കഴിവുള്ളവരും വർഷങ്ങളായിട്ട് പാർട്ടി നിൽക്കുന്നവരും. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ കുറവാണ്. BJPയിലാകുമ്പോൾ സപ്ലൈ കൂടുതലാണ്. കാരണം അടിത്തട്ടിൽ ഈ പാർട്ടി ഇല്ലാത്തതുകൊണ്ടും മേൽഘടകങ്ങൾ വളരെ ശോഷിച്ച ഒരു ഭാഗമായതുകൊണ്ടും കൊടുക്കാൻ ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. ഒരുപാട് സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ, ഇപ്പോൾ താഴെ തട്ടിലേക്ക് ഉണ്ടാക്കാൻ വരണമെങ്കിൽ അവിടെ അധികാരം കൊടുക്കാൻ ഉണ്ടാവണം. അധികാരം കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. മാറി കൊടുക്കാനും ബാക്കിയുള്ളവർ തയ്യാറാണ്. അപ്പോൾ എന്ത് വരും? പുതിയ ആളുകളെ വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ സ്പേസ് BJPയിലുണ്ട്. BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു തുടക്കം മാത്രമാണ്. അവർക്ക് ഇനിയും ഇപ്പം ഇത്രയും വർഷത്തിനിടയിൽ 3 സീറ്റ് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അവരെ സംബന്ധിച്ച് അത് ഓവർ കോൺഫിഡൻസ് ആണ്, വലിയൊരു കോൺഫിഡൻസ് ആണ്. ഈ 3 MLAമാർ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് 3 MLAമാരും 1 MPയും. കേരളത്തെ സംബന്ധിച്ച് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് 3 MLAമാരെയും 1 MPയും ഉണ്ടാക്കിയത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു സ്പേസാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഒഴുക്കും കൂടും. നിലനിൽപ്പൊരു വിഷയമാകുമ്പോൾ CPMൽ നിന്നായിരിക്കും കൂടുതൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത്. കാരണം 10 കൊല്ലം ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരമില്ല, ഇനി 5 കൊല്ലത്തേക്കിന് കേരളത്തിൽ അധികാരമില്ല. നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയ വിഷയങ്ങളാവും. അവിടെ ചെറുത്തുനിൽപ്പാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ LDFനെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ അടിത്തട്ടിൽ ബാക്കിയുള്ള സംസ്ഥാനത്ത് നിന്നും CPM പോകുമ്പോഴും കേരളത്തിൽ എന്തുകൊണ്ടാണ് CPM പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിക്രൂട്ട്മെൻറ്റുകൾ കൂടുതലാണ്. SFI പോലുള്ള സംഘടനകൾ, DYFI പോലുള്ള സംഘടനകൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഇതിലെല്ലാം ADS, CDS ഇങ്ങനെ തുടങ്ങി നിരവധി സംഘടനാ സംവിധാനത്തിലൂടെ പുറത്തുനിന്നും ആളെ കൊണ്ടുവരാനുണ്ട്. അധികാരമുണ്ടായതുകൊണ്ട്, അപ്പോൾ നമുക്കറിയാം സൊസൈറ്റികളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് പണം കൊടുത്ത് കൂടെ നിർത്താനും, അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ച് ചെറിയ ആവശ്യങ്ങളാണ്. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് പോലെ പെട്ടെന്നൊരു ആവശ്യം ഓടിച്ചെല്ലാനൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ LDFനോടൊപ്പം നിൽക്കുന്നതാണ് ഇവർക്കെല്ലാം ഉത്തമം. അതുകൊണ്ടാണ് LDFനോടൊപ്പം നിൽക്കുന്നത്. ഇതെല്ലാം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ, അധികാരം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നിലപാടുള്ള കുറച്ചുപേർ മാത്രമേ അവിടെ ഉണ്ടാകൂ. ബാക്കി ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വാഴ്ത്തുപാട്ടു സംഘങ്ങളെല്ലാം ഒലിച്ചു പോകും. LDFൽ ഇനി 5 കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വാഴ്ത്തുപാട്ട് സംഘങ്ങൾ. പിണറായി വിജയനെയും LDFലെ നേതാക്കന്മാരെയും പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നടന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, ഇവരെല്ലാം ഒലിച്ചു പോകും. ഇവർക്ക് ആർക്കും നിലനിൽപ്പുണ്ടാകില്ല. ആ പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്നത് നിലപാടുള്ളവർക്ക് മാത്രമാണ്. നിലപാടുള്ള
നിലപാട് പറയാൻ കഴിയുന്ന ആളുകൾ മാത്രം ഇനി CPM നിലനിൽക്കുന്ന ഒരു സാഹചര്യമാവും ഉണ്ടാകുന്നത്. അധികാരത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും സംഘടനാ സംവിധാനം, അതായത് ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ടും നിൽക്കുന്ന ആളുകളെല്ലാം ഒഴുകിപ്പോവും. അധികാരമുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇനി കേന്ദ്രത്തിലും അധികാരമില്ല, കേരളത്തിലും അധികാരമില്ല. കേരളത്തിൽ ഇത് കഴിഞ്ഞപ്പോൾ UDF പോലെ 10 കൊല്ലത്തേക്കിന് LDF വെളിയിലേക്ക് പോവുകയാണെങ്കിൽ LDF ഇല്ലാതാവും, ഉറപ്പാണ്. കാരണം പണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ കണക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ UDF വലിയ സാമ്പത്തികം ഉള്ളൊരു പാർട്ടിയാണ് LDF എന്ന് പറയുന്നത്. അത് BJP കഴിഞ്ഞാൽ പിന്നീട് LDF അത്യാവശ്യം നല്ല പണമുണ്ടെന്നേ. കാരണം അവർ അത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലബി പിരിച്ചാണെങ്കിലും പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും കയ്യിൽ നിന്നെല്ലാം ഈ ഇപ്പോൾ LDF അഴിമതി നടത്തുമെന്ന് പറയല്ലോ, അഴിമതി നടത്തിയാൽ പോലും ഒരു പങ്ക് പാർട്ടിക്ക് കൊടുക്കണം. അങ്ങനെ പാർട്ടി സംവിധാനങ്ങളുടെ പേരിൽ ഒരുപാട് പണങ്ങളുണ്ട്. അപ്പോൾ ഈ പണങ്ങളെല്ലാം ഈ കൊല്ലം കൊണ്ട് നമ്മൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ, ഭരണപക്ഷത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിലവാക്കി ഇല്ലാതായി പോയി ശോഷിച്ചു പോകുന്നൊരു സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയും നിലപാടുള്ള ആളുകൾ മാത്രം നിലനിൽക്കും, ബാക്കിയുള്ളവരെല്ലാം ഒലിച്ചു പോകും. കാരണം ഈ ഭരണം നോക്കി നിൽക്കുന്ന, ഭരണത്തിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരെല്ലാം ഒലിച്ചു. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും UDF പോലെ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം UDF മനുഷ്യരുടെ ഇടയിലേക്കാണ് വേരുകളുള്ളത്. അവർ UDF സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യ എന്നാൽ കോൺഗ്രസ് ആണ്. ഇപ്പോഴും ഇന്ത്യയുടെ ഏത് സ്ഥലത്ത് ഈ പാർട്ടി ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ഒരു ബൂത്തിൽ ഒരാളെയെങ്കിലും കോൺഗ്രസ്സുകാരനായിട്ട് എടുക്കാനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയും ഉണ്ടാകും. ഈ പാർട്ടിയുടെ ചരിത്രവും അത് തന്നെയാണ്. ഭരണമില്ലാതിരുന്ന 10 കൊല്ലവും 15 കൊല്ലവും ഭരണമില്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതി എന്താണ്? ബംഗാളും ത്രിപുരയും ഒക്കെ പോയാൽ പിന്നെ പോയതാണ്. അവിടേക്ക് പിന്നെ BJP ഒരു തേർവാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങളായിരിക്കാം. 1 കോടി വോട്ട് ബാങ്കുമായിട്ടാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ് UDF ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ 5 കൊല്ലത്തേക്കിന് മാത്രം അധികാരത്തിലിരിക്കുക എന്ന് പറയുന്ന ട്രെൻഡ് കേരളത്തിൽ അവസാനിച്ചു എന്നത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലം കൊണ്ട് തെളിയിച്ചാണ്. അതിനു മുമ്പിട്ട് വരെ എന്താണ്, 5 കൊല്ലം LDF, 5 കൊല്ലം UDF, മാറി ഭരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, തുടർ ഭരണത്തിന് സാധ്യതകൾ ഉണ്ട് എന്ന് തെളിയിച്ചൊരു പാർട്ടിയാണ് LDF. ആ പാർട്ടിയോടൊപ്പം നിൽക്കണമെങ്കിൽ അടുത്ത കൊല്ലവും തുടർ ഭരണം ഉണ്ടാകണം. ഇനി 5 കൊല്ലം കഴിയുമ്പോഴും തുടർ ഭരണം ഉണ്ടാകണമെന്ന ബോധ്യത്തോടെ വേണം UDF അധികാരത്തിലേക്ക് പോകാൻ. അത് നേതാക്കന്മാർക്കുണ്ട്. മുരളീധരൻ്റെ പ്രസ്താവനയുണ്ട്. മുരളീധരൻ കൃത്യമായിട്ട് പറഞ്ഞത് 2001 ഇതേപോലെയായിരുന്നു, 2011. അപ്പോൾ അധികാരം കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാം വലിയ എന്തോ ആയി എന്നൊരു തോന്നലുണ്ടായി. ഞങ്ങൾ മറന്നു, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്ന് എല്ലാ നേതൃത്വവും ആണയിട്ട് പറയുന്നുണ്ട്. അതിൽ നമുക്ക് വിശ്വസിക്കാം. അവർ തുടർഭരണം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇനി പൊരുതാൻ ഇറങ്ങുന്നത്. LDF വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. BJP അതേപോലെ LDF ഇടത്തേക്ക് കയറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അതും ശ്രദ്ധിക്കേണ്ടത് LDF ആണ്. അപ്പോൾ LDF സംബന്ധിച്ച് 2 വഴിക്ക് നിന്നാണ് പണി വരാൻ കിടക്കുന്നത്. LDF കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ 2 സൈഡിൽ ഇതും കൂടെ പണി വന്നിട്ട് പാർട്ടി ഇല്ലാതായി പോവും. അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച് ജനങ്ങളോടൊപ്പം നിന്നെങ്കിൽ മാത്രമേ LDF നിലനിൽപ്പുള്ളൂ.